നമസ്കാരം. CPM-ന്റെ അടിവേരിളകി തുടങ്ങിയതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങി. ഇടുക്കി മുൻ MLA എസ് രാജേന്ദ്രൻ ഏതു നിമിഷവും BJP-യിലേക്ക് ചേക്കേറുമെന്നതാണ് അവസ്ഥ. ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അതിലൊരു തീരുമാനമുണ്ടാകാൻ തന്നെ സാധ്യതയുമുണ്ട്. എന്നാൽ ഇതിനിടെ മുസ്ലിം ലീഗിനെ CPM-ലേക്ക് വലിക്കാൻ പലതവണ പിണറായിയും ഗോവിന്ദനുമൊക്കെ ചൂണ്ടയിട്ട് നോക്കുകയും ചെയ്തു. എന്നാൽ ആ ചൂണ്ടയിൽ ലീഗ് കൊളുത്തിയില്ല. പക്ഷേ തിരിച്ച് മറ്റൊന്ന് സംഭവിച്ചു. CPM-ൽ നിന്ന് ഒരു ചാട്ടം ലീഗിലേക്ക് നടക്കുന്നു. അതുതന്നെയാണിപ്പോൾ സംസാര വിഷയം. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടക്കം CPM-ന് ഭരണം നഷ്ടപ്പെടുമെന്ന ഭീതിതമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ലോക്സഭാ ഇലക്ഷനിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് താനും. അങ്ങനെ കാരണങ്ങൾ നിരവധിയാണ് CPM-ൽ നിന്ന് ലീഗിലേക്ക് ചേക്കേറാൻ എന്നതാണ് പുറത്തു വരുന്ന വിവരം. മുൻ മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിലാണ് മുസ്ലിം ലീഗിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത്. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നുവെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നതുമാണ് റിപ്പോർട്ട്. ലീഗിലെ KM ഷാജിയാണ് ദേവർകോവിലുമായി ചർച്ചകൾ നടത്തുന്നത്. എന്നാൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് KM ഷാജി ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചത്. അങ്ങനെ ഒരു സംഭവമില്ലെന്നാണ് അഹമ്മദ് ദേവർകോവിലും പറയുന്നത്. പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്നും INL-ലും ഇടതുമുന്നണിയിലും ഉറച്ചു നിൽക്കുമെന്നും ദേവർകോവിൽ പറയുന്നു. സമസ്ത ലീഗ് വിഷയത്തിലെ തന്റെ അഭിപ്രായം തെറ്റിദ്ധരിച്ചതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത ലീഗ് വിഷയം രമ്യമായി പരിഹരിക്കണമെന്നും ഇരു കൂട്ടർക്കുമിടയിലെ തർക്കം ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. CPM-ന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഇത്. സമസ്തയെ ഹൈജാക്ക് ചെയ്യാൻ ലീഗ് ശ്രമിക്കുന്നു എന്നാണ് CPM പറയുന്നത്. നേരത്തെ തന്നെ INL-ലെ പ്രവർത്തന രീതിയോട് CPM-ന് അത്ര താല്പര്യമില്ലെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പാർട്ടിയിലെ വിഭാഗീയതയും തുടർന്നുള്ള പരസ്യ വിഴുപ്പലക്കലുമായിരുന്നു ഇതിന് കാരണം. 2021-ൽ കൊച്ചിയിൽ നടന്ന പാർട്ടിയിലെ യോഗത്തിലുണ്ടായ വാക്കേറ്റവും തുടർന്ന് പരസ്പരം പുറത്താക്കിയതുമാണ് CPM-നെ ഏറെ ചൊടിപ്പിച്ചത്. ഈ ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കാൻ CPM-ഉം ഇടതുമുന്നണിയും ആലോചിക്കുന്നു എന്ന തരത്തിലും വാർത്തകൾ ഉണ്ടായിരുന്നു. PSC അംഗത്വത്തിനായി കാസിം ഇരിക്കൂർ 40 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന ഒരു വിഭാഗം ആരോപിച്ചതും CPM-ന്റെ കടുത്ത അമർഷത്തിന് ഇടയാക്കിയിരുന്നു. മുസ്ലിം സംഘടനകൾക്കിടയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതിനാൽ INL-നെ കൂടെ നിർത്തേണ്ടത് CPM-ന് ആവശ്യമായിരുന്നു. അതിനാലാണ് ഇടപെട്ട് തർക്കങ്ങൾ ഒതുക്കി തീർത്ത് മുന്നോട്ട് പോയത്. അതിനിടെ തന്നെ INL-ലെ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി പഴയ ലാവണത്തിലെത്തിക്കാൻ ലീഗ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിൽ ഇപ്പോൾ ഏറെക്കുറെ വിജയിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. LDF-ൽ നിന്ന് ഉടൻ വിട്ടുപോകില്ലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതുണ്ടാകുമെന്ന് ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൽ തുറമുഖ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് രാജിവെച്ചത്. അദ്ദേഹത്തിനൊപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയായ ആന്റണി രാജുവും രാജിവെച്ചിരുന്നു. പൂർണ്ണ സംതൃപ്തിയോടെയാണ് ടേം പൂർത്തിയാക്കുന്നതെന്നും മന്ത്രിയാക്കിയത് LDF ആണെന്നുമാണ് രാജിക്കത്ത് സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.